നമസ്കാരം. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ നാടിന് നന്മയുള്ളവരാണ്, നാടിന് കരുതലാണ്, നാടിൻ്റെ കാവലാണെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്നിപ്പോൾ മുരുക്കുമ്പുഴ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രദേശമാണ്, റൂറൽ പ്രദേശമാണ്. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കിരൺ ചെയ്ത നന്മയുള്ള മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനത്തിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ കാണണം. മുരുക്കുമ്പുഴ എന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള ഒരു ATM കൗണ്ടറിലേക്ക് പണമെടുക്കാൻ ചെല്ലുന്ന സമയത്ത് മുൻപേ പോയ മറ്റാരോ ATM-ൽ നിന്ന് പണം എടുത്തപ്പോൾ കാർഡ് മാത്രം എടുത്ത് തിരിച്ചുപോയി, പണം വന്ന് പുറത്തിരുന്നു. അത് കണ്ടപ്പോൾ അവിടെ നിന്ന് ചെയ്ത ആ നന്മ പ്രവർത്തനം ദൃശ്യമായിട്ട് തന്നെ നിങ്ങൾ കാണണം. നോക്കി. നമസ്കാരം. നമ്മുടെ മുരുക്കുമ്പുഴ കാനറ ബാങ്ക് ATM-ൽ നിന്നും കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. കാശ് എടുത്തതിന് ശേഷം ATM മാത്രം എടുത്തിട്ട് പോയി കാശ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അപ്പം ഇതായതാണെന്ന് അറിയത്തില്ല. ഇതായതാണെങ്കിലും നേരിട്ട് വരികയോ അല്ലെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ മതി. നിങ്ങളുടെ കാശ് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ആരുടെ എന്നല്ല അവരുടെ കയ്യിൽ തന്നെ കിട്ടട്ടെ. അപ്പം അങ്ങനെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ എൻ്റെ നമ്പരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പം പറ്റിയില്ലെങ്കിൽ നേരിട്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. ഓക്കെ. കണ്ടോ, അവിടെ നിന്ന് അദ്ദേഹം ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ താൻ ATM കൗണ്ടറിലേക്ക് വന്നപ്പോൾ അവിടെ പണം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കാര്യം ഈ ATM മെഷീനിൽ നിന്ന് പണം പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ കാർഡിട്ട ആൾ വെപ്രാളത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ ആ കാർഡും എടുത്ത് അങ്ങ് തിരിച്ചുപോയി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഈ പണം പുറത്തേക്ക് ഇജക്റ്റ് ആയിട്ടുണ്ടാകുക. അത് അദ്ദേഹം മറന്നിട്ട് പോയപ്പോൾ അടുത്തതായി വന്നത് കിരണാണ്. കിരണിൻ്റെ ഒരു സത്യസന്ധ മകൻ, ഒരു ഓട്ടോ തൊഴിലാളിയാണ്. എന്നിരുന്നാൽ പോലും അവിടെ വരുമ്പോൾ തൻ്റെ പൈസയല്ല, മറ്റാരുടെ പൈസയാണ്, എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പിൻവലിച്ചതായിരിക്കും. അത് അവിടെ ആയിട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ട വ്യക്തിക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർത്ത് വേവലാതിപ്പെടണ്ട എന്ന് കരുതിക്കൊണ്ട് അവിടെ നിന്ന് ഒരു വീഡിയോ ചിത്രീകരിക്കുകയാണ്. അതിനകത്ത് നിന്നുകൊണ്ട്, അതായത് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു പണം ഇവിടെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടാവുന്നതാണ് എന്ന നിലയ്ക്ക് പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആളെടുത്ത് അത് അറിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനം ശ്ലാഘനീയമല്ലേ, മാതൃകാപരമല്ലേ? ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഈ നാടിൻ്റെ കാവലാളുകൾ കൂടിയാണ് ഡിവൈഎഫ്ഐക്കാർ. ഇങ്ങനെ സത്യസന്ധമായിട്ട് മറ്റൊരാളുടെ കാശ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കാം എന്ന് കരുതിക്കൊണ്ട് മറ്റൊരാളുടെ ആവശ്യത്തിന് വെച്ചിരുന്ന പണം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്വന്തമാക്കാം. അത് ഒരുപക്ഷെ അതിൽ നിന്ന് ഇജക്റ്റായി ഇവർ വഴി പിൻവലിച്ചതായിട്ട് മാത്രമേ കാണാൻ പോകുന്നുള്ളൂ. ഒരുപക്ഷെ മിസ്സായി എന്ന് ബാങ്കിലെങ്ങാനും പോയി പരാതി കൊടുത്താലും CCTV ദൃശ്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതൊന്നുമില്ലാതെ ആ പൈസ അർഹതപ്പെട്ടവരുടെ, അല്ലെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥ ആരാണോ അവരെ കയ്യിലെത്താൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം നോക്കുമ്പോൾ നാടിനെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് ചിന്തയുള്ളവരാണ് ഡിവൈഎഫ്ഐക്കാർ. പരസ്പര സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയാണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിന് അദ്ദേഹത്തെ പരുവപ്പെടുത്തിയത്. എന്തായാലും ഇത്തരം ഒരു നന്മ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത് ഒരു മാതൃകയാണ്. കാര്യം ഇങ്ങനെ ചെല്ലുമ്പോൾ വെറുതെ ആരുടെ പൈസയാണ് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാകാം. അങ്ങനെയല്ല, ആ പൈസയുടെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പണമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഉള്ളിലെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരമൊരു നന്മ പ്രവർത്തനം ചെയ്ത കിരണിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇതാണ് ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ. പലരും ഡിവൈഎഫ്ഐ എന്ന സംഘടനയൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഇതിനകത്തെ നന്മ നിറഞ്ഞ മനസ്സുകൾ എന്താണെന്ന് കിരണിനെ പോലുള്ളവർ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്.